അങ്ങനെ ഇപ്പോൾ നമ്മൾ ഏകദേശം 1:50 വടക്കാഞ്ചേരിയിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഗോയിസിയുടെ ചാർജർ ഉപയോഗിച്ചിട്ട് ഈ ഒരു RFID ഉപയോഗിച്ചിട്ട് എങ്ങനെ ആപ്പില്ലാതെ വണ്ടി ചാർജ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമ്മളുടെ ചാർജിങ് ഗണ്ണെടുക്കുക, നമ്മുടെ പോർട്ട് അൺലോക്ക് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പ്ലഗ് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ ഈ ID ഉപയോഗിച്ചിട്ട് ഇവിടെ ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. അപ്പം അവിടെ ഒതൻറ്റിക്കേഷൻ എന്ന് കാണുന്നു. അത് കഴിഞ്ഞിട്ട് കണക്ഷൻ അല്ലെങ്കിൽ ഒതൻറ്റിക്കേഷൻ സക്സസ്ഫുള്ളി EV കണക്റ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഇത്ര ഈസി ആയിട്ട് നമ്മളുടെ ആപ്പൊന്നും ഇല്ലാതെ നമുക്ക് ഈ ഒരു RFID ഉണ്ടെങ്കിൽ വണ്ടി ചാർജ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പം നമ്മൾ ബാംഗ്ലൂർക്ക് പോകുന്നതിന് മുമ്പ് ഏറ്റവും അവസാനമായി കേരളത്തിൽ നിന്ന് ചെയ്യുന്ന ചാർജ് ഇതായിരിക്കും. ഇപ്പോൾ ഇവിടെ ചാർജ് ചെയ്യാനുള്ള